Hi dear students, welcome to the new session of Office Automation Tools. Office Automation Toolsൽ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്. മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാബ്സ് ആൻഡ് ഇൻഡൻറ്റ് എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക്കാണ്. ഈ ടാബും ഇൻഡൻറ്റും ഇത് രണ്ടും നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റിനെ നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിന്, നമ്മുടെ ടെക്സ്റ്റുകളെ നമ്മുടെ ഡോക്യുമെൻറ്റിൽ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടാബുകളും അതുപോലെ തന്നെ ഇൻഡൻസും ഉപയോഗിക്കുന്നത്. സോ എങ്ങനെയാണ് ഇൻഡൻറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ടാബുകൾ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ സെറ്റിങ്സുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഇത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരഗ്രാഫുകളായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ ഈ ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് ചെറിയൊരു സ്പേസ്, അല്ലെങ്കിൽ അതിൽ ഫസ്റ്റ് ലൈനിന് ചെറിയൊരു സ്പേസ് നമ്മൾ നൽകാറുണ്ട്. അതിന് നോർമലി നമ്മൾ ഉപയോഗിക്കാറുള്ളത് കീബോർഡിൽ ടാബ് കീ ആണ്, അല്ലേ? ടാബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഒരു ചെറിയൊരു സ്പേസ് നമുക്ക് ലഭിക്കും. അതിനെയാണ് നമ്മൾ അത്തരത്തിലൊരു സ്പേസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടാബ് ബട്ടൺ പ്രധാനമായിട്ടും ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ ഹോം ടാബിൽ പാരഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഐക്കൺസ് കാണാൻ കഴിയും, രണ്ട് ടൂളുകളുണ്ട്. അത് ഒന്ന് ഡിക്രീസ് ഇൻഡൻറ്റ് എന്നുള്ളതും മറ്റൊന്ന് ഇൻക്രീസ് ഇൻഡൻറ്റ് എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻഡൻറ്റിങ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഡിക്രീസ് ഇൻഡൻറ്റിൽ അതൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല, കാരണം ഓൾറെഡി ഡിക്രീസറാണ്, ഇതിൻ്റെ മിനിമം ലെവലിലാണ് ഇൻഡൻറ്റ് ഇപ്പോൾ കിടക്കുന്നത്. സോ ഇൻക്രീസ് ഇൻഡൻറ്റിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലെ? അതിൽ ആ പാരഗ്രാഫ് മുഴുവനായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ? ദെൻ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് അത് പഴയ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ പാരഗ്രാഫിനെ അറേഞ്ച് ചെയ്യുന്നതിനും നമ്മുടെ ടെക്സ്റ്റുകളെ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇൻഡൻറ്റുകൾ ഉപയോഗിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഇൻഡൻറ്റിങ്ങിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ്, അതുപോലെ തന്നെ ഹാങ്ങിങ് ഇൻഡൻറ്റ്, ലെഫ്റ്റ്, അതുപോലെ തന്നെ റൈറ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡൻറ്റിങ് അവൈലബിൾ ആണ്. സോ നമുക്ക് നോക്കാം. ഓക്കെ, അത് ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ് നിങ്ങൾക്ക് ഇവിടെ റൂളർ കാണാൻ കഴിയും. ഈ ഒരു പൊസിഷനാണ് നമ്മൾ റൂളർ എന്ന് പറയുന്നത്, അല്ലേ? ഈ ഒരു ഹൊറിസോണ്ടൽ റൂളറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ചെറിയൊരു ഐക്കൺ ഉണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനെയാണ് നമ്മൾ ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത് നമ്മൾ മൗസ് പോയിന്റ് കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് അതിൽ ഡിസ്പ്ലേ ചെയ്യും ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്നതാണ് ഹാങ്ങിങ് ഇൻഡൻറ്റ്. ഹാങ്ങിങ് ഇൻഡൻറ്റ് അതിൻ്റെ താഴെ ഉള്ള പോർഷനാണ് ലെഫ്റ്റ് ഇൻഡൻറ്റ്. അതുപോലെ തന്നെ അതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, റൈറ്റ് ഇൻഡൻറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ 4 ഇൻഡൻറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റൂളർ ഉപയോഗിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഒരു പാരഗ്രാഫിൻ്റെ ഇൻഡൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ഹോം ടാബിനകത്ത് പാരഗ്രാഫ് ഗ്രൂപ്പിൽ ഡിക്രീസ് ഇൻഡൻറ്റ്, അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻഡൻറ്റ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാം, രണ്ട് ടൂളുകൾ ഉപയോഗിക്കാം. അതോടൊപ്പം റൂളറിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ്, അതുപോലെ തന്നെ ഹാങ്ങിങ് ഇൻഡൻറ്റ്, ദെൻ ലെഫ്റ്റ് ഇൻഡൻറ്റ്, അതുപോലെ തന്നെ റൈറ്റ് ഇൻഡൻറ്റ്, ഈ ചെറിയ ടൂളുകളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ നമുക്ക് നോക്കാം എന്താണ് ഈ നമ്മൾ നേരത്തെ കണ്ടു ഡിക്രീസ് ഇൻഡൻറ്റും അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻഡൻറ്റും എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. ഇനി നമുക്ക് 4 ഇൻഡൻറ്റും കൂടെ എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിൽ ഫസ്റ്റ് പറയുന്ന ഫസ്റ്റ് ലൈൻ ഇൻഡൻ്റ് ആണ്. സോ ഞാനത് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിൽ, റൂളറിൻ്റെ ഏറ്റവും ടോപ്പിൽ അത് ആ ഒരു പോയിന്റിൽ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക, മൗസ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ദെൻ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ലൈൻ ഇങ്ങനെ താഴേക്ക് പോയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ? ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടോപ്പിലുള്ള പോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ ഞാൻ ജസ്റ്റ് അത് പ്രസ് ചെയ്ത് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ഞാനത് മൗസ് ബട്ടൺ റിലീസ് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് കാണാൻ കഴിയും ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റിൽ ആ ഫസ്റ്റ് ലൈന് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലേ? ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റിൽ ആ ഫസ്റ്റ് ലൈൻ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലൈനിൽ മാത്രം ഇൻഡൻറ്റിങ് അപ്ലൈ ചെയ്യുക. ഇത് തന്നെയായിരുന്നു നമ്മൾ ആക്ച്വലി ടാബ് ബട്ടൺ പ്രസ് ചെയ്തപ്പോഴും സംഭവിച്ചിട്ടുള്ളത്, അല്ലേ? ടാബ് ബട്ടൺ പ്രസ് ചെയ്ത സമയത്ത് നമ്മൾ സാധാരണ ഉള്ളത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഹാങ്ങിങ് ഇൻഡൻറ്റ് ആണ്.
ഇത് രണ്ടാമതായിട്ട് വരുന്ന ഹാങ്ങിങ് ഇൻഡൻ്റ് ആണ്. ഹാങ്ങിങ് ഇൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റിൻ്റെ താഴെയായിട്ട് വരുന്ന ഒരു പോർഷനാണ്. ഇതുപോലത്തെ നമ്മൾ മൗസ് പോയിൻ്റ് അവിടെ കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം മൗസിൽ ലെഫ്റ്റ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. സോ അത് നേരത്തെ വന്ന പോലത്തെ ഒരു ലൈന് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനത് പ്രസ് ചെയ്ത് ഞാനത് മൂവ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ സെക്കൻഡ് പോയിൻറ്റും അതുപോലെ തന്നെ അത് താഴെയുള്ള പോയിൻറ്റും നീങ്ങുന്നതായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ജസ്റ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ മൗസ് ബട്ടൺ റിലീസ് ചെയ്തു. ഇപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾക്ക് കാണാൻ കഴിയും ഫസ്റ്റ് ലൈൻ അവിടെ നിന്നിട്ടുണ്ട്. ഫസ്റ്റ് ലൈൻ നമ്മൾ എവിടെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നിന്നിട്ടുണ്ട്. ദെൻ ബാക്കിയുള്ള ലൈനുകളെല്ലാം ആ പാരഗ്രാഫിൽ ബാക്കിയുള്ള ലൈനുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? മൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്ത് പറയുന്നത് ഹാങ്ങിങ് ഇൻഡൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലെഫ്റ്റ് ഇൻഡൻ്റ് ആണ്. ലെഫ്റ്റ് ഇൻഡൻറ്റും ഇതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? പ്രസ് ചെയ്ത് പിടിക്കുന്നു. ദെൻ മൂവ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാം ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും മുഴുവൻ ആ ഒരു പാരഗ്രാഫ് മുഴുവനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ 3 ഇൻഡൻറ്റുകൾ നമ്മൾ പരിചയപ്പെട്ടു. ദെൻ നാലാമത്തെ ഇൻഡൻറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ഇൻഡൻ്റ് ആണ്. സോ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ കഴിയും റൈറ്റ് ഇൻഡൻറ്റ് എന്നുള്ളത്. ഞാൻ ജസ്റ്റ് അതിൽ പ്രസ് ചെയ്യുന്നു. ദെൻ നമ്മൾ മൂവ് ചെയ്യേണ്ടത് എങ്ങോട്ടാണെങ്കിലും നമുക്ക് മൂവ് ചെയ്യാം. റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാം. ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഒരു പാരഗ്രാഫ് മുഴുവനും ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്ത് വന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഈ രീതിയിൽ നമ്മുടെ പാരഗ്രാഫുകളെ, നമ്മുടെ ടെക്സ്റ്റുകളെ ഒന്ന് സ്ട്രക്ചർ ചെയ്യുന്നതിന് വേണ്ടി, അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻഡൻറ്റിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് വേറെ ഒരു മെത്തേഡിലും കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇൻഡൻറ്റ് ചെയ്യേണ്ട ആ ഒരു പാരഗ്രാഫ് മുഴുവനായിട്ടും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക, മീൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹോം ടാബിൽ പാരഗ്രാഫ് ഗ്രൂപ്പിൽ നമുക്ക് ഈ ഒരു കോർണറിൽ ഒരു പോയിന്റ് കാണാൻ കഴിയും, ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പാരഗ്രാഫ് എന്ന് പറയുന്ന ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ കാണാം ഇൻഡൻറ്റ് ആൻഡ് സ്പേസിംഗ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്. അതിൽ സ്പെഷ്യൽ എന്ന് പറയുന്ന, അതായത് ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നൺ എന്നായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈന് ഹാങ്ങിങ്, നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത 2 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ അതിൽ നമുക്ക് ഹാങ്ങിങ് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കും. അതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ കഴിയും എന്താണ് വരുന്നത് എന്നുള്ളത്. സോ അതിൽ ഹാങ്ങിങ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ കാണുന്നുണ്ട്, ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സൈസ്, അതായത് എത്ര ഗ്യാപ്പ് വേണം എന്നുള്ളത് ഇവിടെ 0.5 ഇഞ്ച് ആണ് നൽകിയിട്ടുള്ളത്. സോ നമുക്കത് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്, ആഡ് ചെയ്യാവുന്നതാണ്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഹാങ്ങിങ് ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാരഗ്രാഫിൽ ഹാങ്ങിങ് അപ്ലൈ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ സ്റ്റെപ്പ് ഒരിക്കൽ കൂടെ പറയുന്നു. ഹോം ടാബിൽ പാരഗ്രാഫ് ഗ്രൂപ്പിൽ അഡീഷണൽ ഓപ്ഷൻസ് ആയിട്ട് വരുന്ന ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കതിൽ ഇൻഡൻറ്റ്സ് ആൻഡ് സ്പേസിംഗ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. പാരഗ്രാഫ് എന്ന് പറയുന്ന ഒരു വിൻഡോ ആണ് ഓപ്പൺ ചെയ്ത് വരുന്നത്. അതിൽ ഇൻഡൻറ്റ് ആൻഡ് സ്പേസിംഗ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ സ്പെഷ്യലിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ലൈന് ഹാങ്ങിങ്, ഇതിൽ നമുക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കതിൻ്റെ ബിഫോർ ടെക്സ്റ്റും ആഫ്റ്റർ ടെക്സ്റ്റും അതുപോലെ തന്നെ ബൈയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇൻഡൻറ്റേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അലൈൻമെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, നെക്സ്റ്റ് ടാബ്സ് ആണ്. ടാബ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ പേജിൻ്റെ ടെക്സ്റ്റുകളെ നമുക്ക് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനും കൃത്യമായിട്ടുള്ള ഒരു പ്ലേസിങ്ങിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഡിഫോൾട്ടായിട്ട് 1/2 ഇഞ്ച് 0.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. ജസ്റ്റ് ടാബ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂവ് ചെയ്യുന്നത് ഒരു 0.5 സ്പേസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു 0.5 ആണ് നമുക്ക് സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ഒരു സ്പേസിങ് പറയുന്നത്. സോ അതുപോലെ തന്നെ ടാബിൽ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഡിഫറൻ്റ് ആയിട്ടുള്ള ടാബുകളുണ്ട്. ലെഫ്റ്റ് ടാബ് ഉണ്ട്, സെൻറ്റർ ടാബ് ഉണ്ട്. നമ്മൾ നേരത്തെ ഇൻഡൻറ്റ് പറഞ്ഞ പോലെ തന്നെ ഡിഫറൻറ്റ് ടൈപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? ടാബുകൾ വരുന്നുണ്ട്, ടാബ് സ്റ്റോപ്സ് വരുന്നുണ്ട്. സോ ലെഫ്റ്റ് ടാബ് ഉണ്ട്, അതുപോലെ തന്നെ സെൻറ്റർ ടാബ് ഉണ്ട്, റൈറ്റ് ടാബിലുണ്ട്, ഡെസിമൽ ടാബ് ഉണ്ട്, ബാർ ടാബ് ഉണ്ട്, ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ് ടാബ് വരുന്നുണ്ട്, ഹാങ്ങിങ് ഇൻഡൻറ്റ് വരുന്നുണ്ട്. സോ ഇതൊക്കെ എന്ത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മറ്റൊരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് നമ്പേഴ്സ് ഓരോ ലൈനുകളിലായിട്ട് നൽകിയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ടാബുകൾ എന്നുള്ളത്. സോ ടാബുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പേജിൻ്റെ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ കോർണറിൽ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓരോ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇതിലുള്ളത് ബാർ ടാബാണ്. ദെൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ടാബ് വരും, ദാറ്റ് ഈസ് ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ്. ദെൻ വീണ്ടും ക്ലിക്ക് ചെയ്യുക. സോ അതിൽ വരുന്നത് ഇപ്പോൾ വന്നിട്ടുള്ളത് ഹാങ്ങിങ് ഇൻഡൻറ്റ് ആണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് ടാബാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ സെൻറ്റർ ടാബാണ് വന്നിട്ടുള്ളത്. ദെൻ റൈറ്റ് ടാബാണ് ഇപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുള്ളത്.
ദെൻ ഇപ്പോൾ നിലവിലുള്ളത് ഡെസിമൽ ടാബാണ്. സോ ഇതിൽ ഓരോ ടാബുകളും എന്ത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എല്ലാം കൂടെ ഒന്നും പറയുന്നില്ല. ലെഫ്റ്റ് ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാബ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്, മീൻസ് ഏത് സൈഡാണ് എന്ത് ചെയ്യേണ്ടത്, അലൈൻ ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ലെഫ്റ്റ് ടാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ലെഫ്റ്റ് ടാബ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഇതിൽ ഒരു സെൻറ്റൻസ് മീൻസ് ഒരു ലൈൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ ലെഫ്റ്റ് ടാബാണ് ഇവിടെ ആക്റ്റീവായിട്ട് കിടക്കുന്നത്. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലൈന് ഞാൻ മീൻസ് ഒരു പാരഗ്രാഫ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ റൂളറിൽ ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്, മീൻസ് ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഞാനിവിടെ ഒരു സെക്കൻഡ് പോയിന്റ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ടാബ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിവിടെ ടാബ് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ ലൈനിൽ ഞാൻ വീണ്ടും ഒരു ടാബ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. സോ നിങ്ങൾക്കിവിടെ ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഒന്നാമത്തെ ലൈനിൽ ഞാൻ ടാബ് ബട്ടൺ പ്രസ് ചെയ്ത സമയത്ത് എനിക്ക് ഇത്രയും സ്പേസ് ഒറ്റ ടാബ് ബട്ടൺ പ്രസ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്തു, മൂവ് ചെയ്യാൻ സാധിച്ചു. എന്നാൽ രണ്ടാമത്തെ ലൈനിൽ എനിക്ക് മൂവ് ചെയ്യാൻ സാധിച്ചത് വളരെ ചെറിയൊരു സ്പേസ് മാത്രമാണ് അല്ലേ. അപ്പോൾ എന്താണ് ഇത്രയും ഒരു ഡിഫറൻസ് വരാനുള്ള കാരണം? അതിവിടെ ലെഫ്റ്റ് ടാബ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ലൈനിൽ ഈ ഒരു ഫസ്റ്റ് സെൻറ്റൻസിൽ ഞാൻ ലെഫ്റ്റ് ടാബ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ സെക്കൻഡ് ലൈനിലോ അല്ലെങ്കിൽ തേർഡ് ലൈനിലോ നമ്മൾ ടാബ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ലെഫ്റ്റ് ടാബ് അവിടെ അപ്ലൈ ചെയ്തിട്ടില്ല അല്ലേ. ഇനി നമുക്ക് അപ്പോൾ ഇതാണ് ലെഫ്റ്റ് ടാബ് എന്ന് പറയുമ്പോൾ അത്രയും ഒരു മൂവ്മെൻറ്റ് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ലെഫ്റ്റ് ടാബ് കൊണ്ട് കിട്ടിയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെയാണ് മൂവ് ചെയ്യേണ്ടത്, എത്രത്തോളം നമുക്ക് മൂവ് ചെയ്യണോ അത്രയും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി എനിക്ക് ഇങ്ങോട്ടാണ് ഇപ്പോൾ ഒരു 5ലേക്കാണ് വരേണ്ടതെങ്കിൽ അത്രയും എനിക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഞാൻ ടാബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഒരു സ്പേസിൽ നമുക്ക് മൂവ്മെൻറ്റ് സാധ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് സെൻറ്റർ ടാബാണ്. സെൻറ്റർ ടാബ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് പാരഗ്രാഫിൽ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ടാബ് ബട്ടൺ പ്രസ് ചെയ്യുക. സോ ടാബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടാബിൽ അലൈൻ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. എന്നാൽ സെൻറ്റർ ടാബിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ സെൻറ്ററിലേക്കാണ് വന്നിട്ടുള്ളത്. ഇനി ഞാനിവിടെ ജസ്റ്റ് ഇതിനെ ഒരു ലെഫ്റ്റിലേക്കും കൂടെ, രണ്ടാമത്തെ ലൈന് ലെഫ്റ്റിലേക്കും കൂടെ ആക്കിയിട്ട് ചെയ്യുകയാണ്. സോ ലെഫ്റ്റ് ടാബ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സെയിം 3.5 തന്നെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സോ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടാവും അല്ലേ. നമ്മൾ ഇവിടെ ഫസ്റ്റ് ലൈനിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് സെൻറ്റർ ടാബാണ്. സോ അത് വന്നിട്ടുള്ള ജസ്റ്റ് അതിൻ്റെ സെൻറ്റർ, ആ ഒരു സെൻറ്റൻസിൻ്റെ സെൻറ്ററായിട്ട് നമ്മൾ സെൻറ്റർ അലൈൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. ദെൻ ഇത് ഞാൻ അപ്ലൈ ചെയ്തത് ലെഫ്റ്റ് ആണ്. സോ ലെഫ്റ്റ് അലൈൻഡ് ആണ്. ഇനി ഞാൻ മൂന്നാമത്തെ ലൈന് ഞാൻ എന്ത് ചെയ്യുന്നു, റൈറ്റ് ടാബായിട്ട് ചെയ്യുകയാണ്. സോ സെയിം പോയിന്റിലേക്ക് തന്നെ 3.5ലേക്ക് തന്നെ അപ്ലൈ ചെയ്യുന്നു. ദെൻ ടാബ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് കാണാൻ കഴിയും റൈറ്റ് സൈഡ് എന്ത് ചെയ്തിട്ടുണ്ട്, അലൈൻ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഈ 3 ടാബുകൾ പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ ഡെസിമൽ ടാബാണ്. ഡെസിമൽ ടാബ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള ഡെസിമൽ പോയിന്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, ടാബുകൾ അറേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ബാർ ടാബാണ്. സോ ഞാനിവിടെ ബാർ ടാബാണ് ഇപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഈ ലൈന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് എവിടെയാണോ ബാർ ടാബ്, നമ്മളെല്ലാം 3.5ലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ ഇതും 3.5ൽ ഞാൻ ജസ്റ്റ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈന് വന്നിട്ടുണ്ട്. സോ അത്തരത്തിലൊരു വെർട്ടിക്കൽ ലൈന് നമുക്ക് ഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാർ ടാബ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. സോ നമുക്ക് എവിടെയെങ്കിലും ഒരു വെർട്ടിക്കൽ ലൈന് ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലൊരു ബാർ ടാബ് ഉപയോഗിക്കാവുന്നതാണ്. ദെൻ ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റും അതുപോലെ തന്നെ ഹാങ്ങിങ് ഇൻഡൻറ്റും നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സോ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ രീതിയിൽ ടാബുകളും ഇൻഡൻറ്റുകളും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പാരഗ്രാഫുകളെ, നമ്മുടെ ഡോക്യുമെൻറ്റുകളെ നമുക്ക് നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്യാം. അതുപോലെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഇനിയും ഉണ്ട്. ഒരുപാട് ജസ്റ്റ് നമ്മളതിൻ്റെ ബേസിക് മാത്രമാണ് പറയുന്നത്. ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് ഫീച്ചേഴ്സും ഈ ടാബുകളിലും ഇൻഡൻറ്റുകളിലും അവൈലബിൾ ആണ്. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.